പറന്നു പോണ പക്ഷിക്ക് കുറ്റം പറയുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുന്ന ചില ആളുകൾ പെസിമിസ്റ്റ് ആണ് അവർ. ദ വേഴ്സ്റ്റ് തിങ് വിൽ ഹാപ്പൻ എന്ന് അവർ എപ്പോഴും ചിന്തിക്കും. ദോഷൈക ദൃക്കുകളാണ് അവർ. മാത്രമല്ല ആളുകളെ പോസിറ്റീവായിട്ട് അവർക്ക് കാണാനേ കഴിയില്ല. അത്തരം മാനസികാവസ്ഥയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ കുറ്റം കണ്ടുപിടിക്കുന്ന ഫാൾട്ട് ഫൈൻഡേഴ്സ് ആണ്. ഞാൻ എല്ലാം തികഞ്ഞവനാണ് അല്ലെങ്കിൽ തികഞ്ഞവളാണ് എന്ന ചിന്തയിലാണ് നമുക്ക് നേരെ എതിര് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെയെങ്കിലും കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. മോഹൻലാൽ പണ്ടൊരു സിനിമയിൽ ദൂരദർശനിൽ വിളിച്ച് ചീത്ത പറഞ്ഞില്ലേ, തന്തയ്ക്ക് വിളിച്ച വല്ലാത്ത ഒരു സുഖം എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇത്തരക്കാരോട്. അവരെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞു എന്നൊന്ന് പറഞ്ഞു നോക്ക്, അവരുടെ മുഖം മാറും, അവരുടെ വേവലാതി അവിടെ തുടങ്ങും. തങ്ങളുടെ ന്യൂനതകൾ അവർ തന്നെ സ്വയം കണ്ടെത്തി അതാണോ ഇതാണോ കേട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. തങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയണമെന്നും എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് താൻ വളരെ മോശമായിട്ട് പറയണമെന്നും ജീവിത വ്രതമാക്കിയ ആളുകളാണ് ഇത്തരക്കാർ. പരദൂഷകരെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവരെപ്പറ്റി മറ്റാരോ എന്തോ പറഞ്ഞു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് മറ്റൊരാൾ പറയുന്നത് കേട്ടല്ലോ, നിങ്ങൾ ആൾ തീരെ ശരിയല്ലെന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അവരുടെ മുഴുവൻ സമാധാനവും ഇല്ലാതെയാകും. നമുക്ക് എതിരെ നിൽക്കുന്നവരും നമുക്ക് ചുറ്റുമുള്ള ആളുകളും ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ആദ്യം ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അത് നിങ്ങൾക്ക് ശ്രമിച്ചാൽ നേരെയാക്കാവുന്നേ ഉള്ളൂ, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ അവരിലുള്ള ഗുണം കൂടി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം.